ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പീരിയഡ് സ്റ്റോറിയാണ്. എൻ്റെ ബാക്കിലുള്ള ഈ സീനറികളൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട. എൻ്റെ കുഞ്ഞുറങ്ങാൻ പോയ നേരത്തിൻ്റെ നിശബ്ദതയിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പീരിയഡ് സ്റ്റോറി എന്ന് പറയുമ്പം അയ്യേ എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു 2K കിഡ്സ് അങ്ങനൊന്നും പീരിയഡ്സിന് അയ്യെന്നൊന്നും ചിന്തിക്കുന്ന ആളുകളൊന്നും ബോയ്സ് ആണെങ്കിൽ പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണ്ടെന്നൊക്കെ പറയുമ്പോൾ അയ്യോ പീരിയഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ആണുങ്ങൾ കേൾക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആങ്ങളമാർ അച്ഛന്മാർ ഇതൊന്നും കേൾക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള രീതിക്കൊക്കെയാണ് നമ്മൾ അമ്മമാരൊക്കെ നമ്മളെ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അല്ലേ. പക്ഷെ ഇന്നിപ്പം അത്രയും ഒരു അയ്യെന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ കുറേ മാറിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ആ ഒരു ജേണി എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 8th 9th പഠിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് പീരീഡ് ആവുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ആ ടൈമിൽ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് 2 ചേച്ചിമാരുണ്ടായിരുന്നു. അതായത് സ്വന്തം ചേച്ചിമാരല്ല, അമ്മയുടെ ആങ്ങളയുടെ 2 മക്കൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിമാർക്കൊക്കെ പീരിയഡ്സ് ആയ ടൈമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അവരിങ്ങനെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പീരിയഡ്സ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്നൊന്നും അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് അവരോട് തന്നെ ചോദിക്കാതെ എന്താണ്, അപ്പോൾ അവരിങ്ങനെ പറയും ഇന്നതാണ് സംഭവം എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മേനോട് പോയി ചോദിക്കാൻ എനിക്ക് പേടിയാണ്. അമ്മ അത് എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ ചോദിക്കാൻ പേടിയാണ്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ കുറച്ച് അറിവൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പീരിയഡ്സ് ആയി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ പീരിയഡ്സ് ആയിരുന്നു. അപ്പം അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. പക്ഷേ എനിക്ക് പീരിയഡ്സ് ആയ ടൈമിൽ എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ എനിക്കറിയില്ല ഈ പീരിയഡ്സ് ആകുന്നത് കൊണ്ടിട്ടാണ് വയറുവേദന വരുന്നത് എന്നുള്ളത്. കാരണം ഞാൻ ഈ ചേച്ചിമാരിൽ നിന്നൊന്നും അങ്ങനെ പറഞ്ഞും കേട്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഭയങ്കര വയറുവേദനയാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു സാരമില്ല അതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് അതിലൊതുങ്ങും. അത് കൂടുതൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വഴക്ക് കിട്ടും. കാരണം അച്ഛനുണ്ട്, ആങ്ങളയുണ്ട്, ഇവരിതൊന്നും അങ്ങനെ പബ്ലിക്ലി നമ്മളിങ്ങനെ അതിനെപ്പറ്റി ചോദിക്കുന്ന ഒന്നും കേൾക്കാൻ പാടില്ല. കാരണം കേട്ട് കഴിഞ്ഞാൽ പെൺപിള്ളേരങ്ങനെ ഒന്നും പറയാൻ പാടില്ല. കാരണം അത് മോശമാണ്. അത് ആണുങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര തിയറിയിൽ ജീവിച്ചിരുന്നാണ് കേട്ടോ. കാരണം ഞാനൊരു 2K കിഡല്ല. അതുകൊണ്ട് തന്നെ പണ്ടുള്ള കാരണവന്മാരൊക്കെ ചിന്തിക്കുന്ന അത് ഭയങ്കര നമ്മൾ മൂടി വെച്ച് ജീവിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പായിരുന്നല്ലോ. എന്നും പറഞ്ഞ് ഇന്ന് തുറന്നു വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് കുറച്ചും കൂടെ ഇന്നിപ്പം നമ്മൾ ഓപ്പണായിട്ട് പറയാൻ കാണിക്കുന്ന അത്രയും ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് നമ്മളത് സംസാരിക്കാൻ കാണിക്കുന്ന ഒരു ഇതൊന്നും അന്നൊന്നും സമ്മതിക്കില്ല. കാരണം ഞാനൊരു പുരികത്തിൻ്റെ ഒരു ഇച്ചിരി ചുരണ്ടിയെന്ന് പറഞ്ഞിട്ട് അയ്യോ നാട്ടുകാരിനി ആ പെണ്ണ് കോലേ കയറിയാന്ന് പറയുമെന്നും പറഞ്ഞ് കരഞ്ഞിട്ടിരിക്കും എൻ്റെ അമ്മ. അതുകൊണ്ട് അതും ഞാൻ 10th എന്തോ പഠിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പുരികമൊക്കെ എടുത്ത് സ്റ്റൈലായിട്ട് വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ ചോദിച്ചു കഴിയുമ്പോൾ അമ്മ കോലേ കയറിയാന്ന് ആൾക്കാർ പറയുമെന്ന്. എന്നിട്ട് ഞാനിങ്ങനെ അറ്റം മാത്രം സൈഡ് മാത്രം ഇച്ചിരി ചുരണ്ടു. അതിനൊക്കെ എൻ്റെ അമ്മ കുറേ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ പീരിയഡ്സിനെ പറ്റിയൊക്കെ ഞാനിങ്ങനെ ഉറക്കെ അച്ഛൻ്റെയും ആങ്ങളുടെ മുന്നേക്ക് വെച്ച് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാകാവുന്നൊരു പ്രഷർ. അപ്പോൾ അങ്ങനെ പീരിയഡ്സ് ഒക്കെ ആയി പറഞ്ഞാൽ വയറുവേദനയായി. അപ്പം അമ്മ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ആ കാര്യം വിട്ടു. പക്ഷെ എനിക്ക് നല്ല വയറുവേദനയുണ്ട്, പക്ഷെ ആരോട് പറയാം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചോദ്യമൊന്നും പാടില്ല. അങ്ങനെ പിന്നെ ഒരു 10th +2 ഒക്കെ കഴിഞ്ഞ് ഞാനൊരു കോഴ്സ് ചെയ്ത ആ കോഴ്സിൻ്റെ ബേസിൽ ഞാനൊരു ജോലിക്കൊക്കെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഫോണൊക്കെ ആയല്ലോ. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി എന്താണ് ഇതിൻ്റെ വാസ്തവികം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഡോക്ടേഴ്സോ ആരൊക്കെയോ പറയണം ഞാൻ കേട്ടു. കല്യാണത്തിന് മുൻപ്, അതായത് മാരേജിനൊക്കെ മുമ്പ് നമുക്ക് പീരിയഡ്സ് ആവുന്ന ടൈമിൽ വയറുവേദനയും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടെങ്കിൽ മാരേജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ പെയിൻ മാറും എന്നുള്ളത്. ഇങ്ങനെ മാരേജിന് മുൻപ് പെയിൻ ഇല്ലാത്തവർക്ക് ചിലപ്പം മാരേജ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞോ ഒക്കെ പെയിൻ ഉണ്ടാകാനും ചാൻസ് ഉണ്ടെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്താ, എനിക്ക് ഓൾറെഡി മാരേജിന് മുമ്പ് വയറുവേദനയുണ്ട്. അപ്പോൾ കല്യാണം കഴിയുമ്പോൾ ഡെലിവറി കഴിയുമ്പോൾ ഇതങ്ങ് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കല്യാണം കഴിക്കുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. കാരണം ഈ പെയിൻ ഒന്ന് പണ്ടാരം മാറി കിട്ടുമല്ലോ. കാരണം അതുപോലെ ബാക്ക് പെയിനും വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺസഹിക്കബിൾ ആണ് കേട്ടോ. ജോലിക്ക് പോകാൻ പറ്റില്ല, ജോലിക്ക് പോയാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അന്നൊക്കെ പോയി മരുന്നൊക്കെ മേടിക്കാനും പേടി. കാരണം ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമല്ലേ. അപ്പം ഡോക്ടറെ ചെന്ന് കണ്ട് നമ്മളിതിന് മരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വഴക്ക് പറയുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സഹിച്ച് തന്നെ നിൽക്കും. പിന്നെ പാരസിറ്റമോളൊക്കെ കഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. 1ഉം 2ഉം പാരസിറ്റമോളൊക്കെ കഴിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനെ പാരസിറ്റമോൾ കഴിച്ച് കഴിഞ്ഞാൽ നിനക്ക് പിള്ളേരുണ്ടാവില്ല എന്ന്. അതും പോയില്ലേ, പിന്നെ വേദന സഹിക്കുക തന്നെ.
പിന്നെ അതിങ്ങനെ വെച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കും, 2 ദിവസം ചൂടൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ കുറേ പേര് പറഞ്ഞു ജീരക വെള്ളം കുടിച്ചാൽ മതി, വയറിന് ചൂട് വെച്ചാൽ മതി, സെറ്റ് ആവുമെന്ന്. പക്ഷെ എനിക്കിതൊന്നും ഏൽക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കല്യാണമൊക്കെ കഴിക്കാമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, ഈ പീരിയഡ്സിൻ്റെ പെയിൻ മാറാനെങ്കിൽ. അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം പീരിയഡ്സ് ഒക്കെ ആയപ്പോൾ ഞാൻ ആലോചിച്ചു, ഓ ഇനിയിപ്പോൾ ഈ വേദന സഹിക്കണ്ടല്ലോ എന്ന്. എവിടെ മാറുന്നില്ല. പിന്നെ അടുത്ത പ്രതീക്ഷയെ ഇനിയിപ്പം ഡെലിവറി കഴിയുമ്പോൾ ഈ വേദന അങ്ങ് മാറിക്കോളും. എവിടെ ഡെലിവറി കഴിഞ്ഞു, മാറുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഡെലിവറി കഴിഞ്ഞ് പീരിയഡ്സ് ആകുമ്പം കുറേ നാൾ കൂടി നമുക്ക് പീരിയഡ്സ് ആവുന്നില്ല, അപ്പം അതിൻ്റെ ആയിരിക്കും എന്ന് കരുതി. എവിടെ പിന്നെയും പീരിയഡ്സ് ആകുമ്പം സംഭവം ഇതൊക്കെ തന്നെ. പഴയതിനെക്കാട്ടിലും പഴയത് 2 ദിവസമാണ് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നതെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് 3 ദിവസം പെയിൻ ആയി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ എനിക്കുള്ളൂ ഗൈസ്. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് ഈ പെയിനൊക്കെ മാറും അല്ലെങ്കിൽ എല്ലാം മാറും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ചെന്ന് തലവെച്ച് കൊടുക്കണ്ട, ചുമ്മാതാ. പണ്ടൊക്കെ നമ്മളെല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാടല്ലേ, പക്ഷെ ഇപ്പം എന്ന് പറയുമ്പോൾ അത് മെൻസ്ട്രുവൽ കപ്പിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു എൻ്റെ 2018 മറ്റുമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. പക്ഷെ എനിക്ക് ആ ടൈമിൽ ഈ മെൻസ്ട്രുവൽ കപ്പൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിലും എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയവനാണ് എന്നോട് പറഞ്ഞത് ഈ പാടും വെച്ചുകൊണ്ട് നടക്കാണ്ട് മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കാമെന്ന്. പുള്ളി പറഞ്ഞാണ് എനിക്ക് അതിനെപ്പറ്റി അറിവ് തന്നെ വന്നത്. എൻ്റെ ആ പഴയ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഞാൻ മാറിയത് തന്നെ പുള്ളിനെ കെട്ടിയ പിന്നാണ് കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞാൽ എന്നെ എൻ്റെ ഫ്രീഡത്തിന് വിട്ട് അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് ശരിക്കും പുള്ളിയാണ്. മറ്റേത് ഞാൻ പഴയ കാലഘട്ടത്തിൽ ആ ഒരു സെറ്റപ്പായിരുന്നു, അതായത് ഒരു തള്ള വൈബ് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യുന്ന തെറ്റാണ്, ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണ്, ഇല്ലെങ്കിൽ അങ്ങനെ കണ്ണെഴുതിയ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ലിപ്സ്റ്റിക് ഇട്ടാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അതൊക്കെ മാറി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ആരെന്ത് വിചാരിച്ചാലും നിനക്ക് ചെലവിന് തരുന്ന ഞാനല്ലേ. ആ ഒരു കോൺഫിഡൻസിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ പാടുന്നുള്ള സങ്കല്പങ്ങളിൽ നിന്നൊക്കെ എന്നെ മാറ്റി കൊണ്ടുവന്നത് ഈ പറയുന്ന എൻ്റെ കെട്ടിയവനാണ്. മെൻസ്ട്രുവൽ കപ്പ് മേടിച്ചു. പക്ഷെ മെൻസ്ട്രുവൽ കപ്പ് എനിക്ക് ആദ്യം മേടിച്ച് ഞാൻ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം എൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ മേടിച്ചു, ഞാൻ യൂസ് ചെയ്ത് നോക്കി. ആദ്യം ഞാനൊരു മെൻസ്ട്രുവൽ കപ്പ് മേടിച്ച് ഉപയോഗിച്ചു. പക്ഷെ എനിക്കത് ലീക്ക് ആവുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ വെച്ചത് ശരിയാകാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടോ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. പിന്നെ മെൻസ്ട്രുവൽ കപ്പും വെച്ച് പാടും ഉപയോഗിക്കും. പിന്നെ അതെനിക്ക് കംഫർട്ടബിൾ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടോ എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ലാത്തത് കൊണ്ടോ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. പിന്നെ നാത്തൂൻസ്, എൻ്റെ കെട്ടിയോൻ്റെ അനിയത്തി, അപ്പോൾ ചേട്ടായി പറഞ്ഞിട്ടാണ് അവൾ മെൻസ്ട്രുവൽ കപ്പ് മേടിക്കുന്നത്. അപ്പോൾ ആദ്യം അവൾക്കും പേടിയുണ്ടായിരുന്നു. പിന്നെ അവളെന്തോ ആദ്യം തന്നെ മേടിച്ചത് എന്തോ ഐ ആക്റ്റീവിൻ്റെയോ മറ്റോ ആയിരുന്നു. പക്ഷെ ഞാൻ ഉപയോഗിച്ചത് ഏതോ ഒരു കമ്പനിയായിരുന്നു. കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ആദ്യം ഒരു വട്ടം വാങ്ങിച്ചു, അപ്പം ഞാൻ വിചാരിച്ചു അത് ചെറുതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് ഞാൻ അതിൻ്റെ വലുത് മേടിച്ചു, എന്നിട്ടും ലീക്കായിരുന്നു. പിന്നെ അവൾ എന്നോട് പറഞ്ഞു ചേച്ചി ഐ ആക്റ്റീവിൻ്റെ മേടിക്കുക നല്ലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഐ ആക്റ്റീവിൻ്റെ പോയി മേടിച്ചു. പക്ഷെ ഐ ആക്റ്റീവിൻ്റെ എനിക്ക് നല്ലതായിരുന്നു കേട്ടോ. എനിക്കെന്നല്ല ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ അത് പറ്റുന്നുണ്ടായിരിക്കണം. പിന്നെ എനിക്ക് ആ ഐ ആക്റ്റീവിൻ്റെ മെൻസ്ട്രുവൽ കപ്പ് എനിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ വലിയ ലീക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുവരെ ഞാൻ എവിടെ പോയാലും പാടും വെച്ച് മെൻസ്ട്രുവൽ കപ്പും വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഐ ആക്റ്റീവിൻ്റെ ആ മെൻസ്ട്രുവൽ കപ്പ് മാത്രം യൂസ് ചെയ്താലും അങ്ങനെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാറില്ല കേട്ടോ. പിന്നെ ബാക്ക് പെയിൻ ആൻഡ് വയറുവേദന, അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്, അതിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയ സമയത്ത് കൂടുതലും ഇപ്പോൾ ഞങ്ങൾ ഇടുക്കിയിലായിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം മാറി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതലും ഞാനും മക്കൾസും തന്നെയാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വയറുവേദന എന്ന് പറഞ്ഞിട്ട് നമുക്ക് മക്കൾസിൻ്റെ കാര്യങ്ങളൊന്നും നടത്താണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും എന്തെങ്കിലും പാരസെറ്റമോളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എങ്കിലും നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റില്ല, ഫീഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ കുറേയൊക്കെ ചൂടുവെള്ളം കുടിച്ചാൽ മാറും എന്നുള്ള പ്രതീക്ഷ കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുടിച്ച് 2 ദിവസമൊക്കെ ഞാൻ കഴിയും. അപ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ പെയിനൊക്കെ നോർമലാകും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പീരിയഡ്സ് ജേണി. അതായത് കല്യാണത്തിന് മുന്നേ അതായത് പീരിയഡ്സ് ആയ ടൈം മുതൽ എനിക്ക് നല്ല ബാക്ക് പെയിനും വയറുവേദനയുണ്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെ സാരം. അല്ലാണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞോ
നമുക്ക് ആ പെയിനൊന്നും മാറാനൊന്നും പോകുന്നില്ല. പിന്നെ മാറുന്നവരുണ്ടാകുമായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് സാരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പീരിയഡ്സ് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.